പെരുന്നാളിൻ്റെ ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ മട്ടൻ ബിരിയാണി കോഴി പൊരിച്ചത് കൺഫേം. അതിൻ്റെ കൂടെ ഡെസേർട്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ രാവിലെ എന്തുണ്ടാക്കും? രാവിലെ നമുക്ക് നല്ല പത്തിരിയും വറുത്തരച്ച് കോഴിക്കറി കോഴി പൊരിച്ചിലുണ്ടാക്കിയാലോ? റെസിപ്പി വേണ്ട നിങ്ങൾക്ക് വീഡിയോ കണ്ടു നോക്കിട്ടാ. ഒരു പാൻ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 5 പച്ചമുളക് നെടുകെ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി കൊടുത്തതിന് ശേഷം നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. കാരണം പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. നല്ലയിൽ തക്കാളി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1/2 കിലോ ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ചിക്കൻ ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കുക. അപ്പം തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ ചിക്കന് കുക്കായി കിട്ടും നമുക്ക്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഞാൻ ചിരകി എടുത്തിട്ടുള്ളത്. തേങ്ങ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരേപോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തേങ്ങയും ഒരേപോലെ തന്നെ വറുത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു ക്ലോവ്സ് ചേർക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ കുറച്ചൊരു 10 പെപ്പർകോൺസാണ് ചേർക്കുന്നത്. ഇതിലേക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർക്കുന്നുണ്ട് ഞാൻ. നമ്മൾ എന്താവശ്യത്തിനായാലും കറിക്കായാലും തേങ്ങ വറുക്കുമ്പോഴെപ്പോഴും കൈവിടാതെ തന്നെ എടുക്കാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ കുറച്ച് ഭാഗത്ത് നല്ലോണം റോസ്റ്റായിട്ടും കുറച്ച് ഭാഗത്ത് തീരെ റോസ്റ്റ് ആവാത്ത പോലെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്താൽ മതി. ആ പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നവരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നല്ലൊരു മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ വറുത്തരച്ചത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കൺസിസ്റ്റൻസി നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുറച്ച് തിക്ക് ഗ്രേവിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കാരണം എൻ്റെ വീട്ടിൽ എല്ലാവർക്കും നല്ല കട്ടിയിലുള്ള തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഓൾറെഡി നല്ല അടിപൊളി സ്മെല്ലുണ്ട് ഇതിൽ. നല്ല വറുത്തരച്ച ചിക്കൻ്റെയും ആ ഒരു തേങ്ങയുടെയും മസാലയുടെ ഒക്കെ ഒരു നല്ല അടിപൊളി സ്മെല്ലാണ് ഈ കറിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്.